Hey guys, welcome back to NK. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സൂം ട്രാൻസിഷൻ ആണ്. വളരെ ബേസിക് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട, ഇപ്പൊ അധികം ആൾക്കാരും വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കിഡിലൻ സൂം ട്രാൻസിഷൻ ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രൊജക്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സ് ആഡ് എഫക്ട്സിലേക്ക് വരിക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എപ്പോൾ ആഡ് ചെയ്യുന്ന പോലെ ഫസ്റ്റ് നമ്മൾ ടൈൽസ് എഫക്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ടൈൽസ് എഫക്ട് ആണ് ആഡ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ദെൻ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക. അത് നമ്മൾ ചെറിയൊരു സ്വിംഗ് ആണ് കൊടുക്കേണ്ടത്. സോ അത് നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഉണ്ടാവും. സ്വിംഗ് എഫക്ട് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫ്രീക്വൻസി ഞാനിപ്പോൾ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, ഒരു 2 ഹെഡ്സ് തന്നെയാണ് വെക്കുന്നത്. ആംഗിൾ വന്ന് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്, ഒരു -0.8 കുറച്ച് കൊടുക്കണം. കാരണം ചെറിയൊരു സ്വിംഗ് മാത്രമേ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അധികം ബോറാവാത്ത രീതിയിൽ ചെറിയ രീതിക്ക് മാത്രം സെറ്റ് ചെയ്യുക. സോ ആംഗിൾ 1 വന്ന് നമ്മൾ സെറ്റ് ചെയ്തു -0.8, ആംഗിൾ 2 വന്ന് നമ്മൾ എന്ത് ചെയ്യുക, +0.8 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു രീതിക്കാണ് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട, ആംഗിൾ 1ഉം 2ഉം. ആംഗിൾ 1 എത്രയാണോ എടുക്കുന്നത്, മീൻസ് ആംഗിൾ 1 നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക, അതിന്റെ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ ആംഗിൾ 2 കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്വിങ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക് അധികം സ്വിങ് ആ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഫ്രീക്വൻസി വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 ഹെർട്സ് എടുക്കുമ്പോൾ ഇതാ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് വേറെ കുറക്കണമെന്നോ കൂട്ടണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഫ്രീക്വൻസിയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. സോ അടുത്തത് നമ്മളൊരു ഫ്ലിക്കർ എഫക്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ആഡ് എഫക്ട്സിലേക്ക് വന്നാൽ നമുക്ക് ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി എന്നുള്ളതിൽ ഫ്ലിക്കർ എഫക്റ്റ് ഉണ്ടാവും. അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ 7 ഹെർട്സ് തന്നെയാണ് വെക്കുന്നത്. ഇവിടെ സ്ട്രെങ്ത്തിന്റെ ഓപ്ഷൻ ഉണ്ട്, അത് വന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. ഒരു 0.20 എന്ത് ചെയ്യുക, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഈ ഒരു രീതിക്കുള്ള ഒരു ഫ്ലിക്കർ എഫക്റ്റും കൂടെ നമുക്ക് ഒരു സംഭവത്തിൽ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ദെൻ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് എഫക്ട്സിലേക്ക് വരിക, നമ്മൾ ബ്ലറിൽ വരിക. ബ്ലറിൽ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മളൊരു 0.70 ഈ ഒരു റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്താൽ മതി, അധികം ബ്ലർ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇവിടെ ഉള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്കെയിൽ ടൂളിൽ വരാം, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ഇതേപോലെ, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സ്കെയിൽ ടൂളിൽ വരിക. ഇതേപോലെ എൻഡിലായിട്ടൊരു കീ ഫ്രെയിം കൊടുക്കുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര സൂമാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, ഇതേപോലെ കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ സെൻറ്ററിലായിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കർവ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്കുള്ള ഒരു സ്മൂത്ത് കർവ് നിങ്ങൾ കൊടുക്കുക. ദെൻ ഈ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഇനി എല്ലാറ്റിലേക്കും ആഡ് ചെയ്യേണ്ടത്. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിട്ട് അടുത്ത ഒരു ഇതായിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ വരാം, നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ വരാം, കോപ്പി ചെയ്യുക, അടുത്തൊരു ക്ലിപ്പിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലിപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാനില്ലേ, ഈ ഒരു രീതിക്കുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ സൂം നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ സൂം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറേ അധികം സൂം ട്രാൻസിഷൻസ് ഓൾറെഡി ഉണ്ട്, ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിലുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.